നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട് പണി നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് അപ്പോൾ നമ്മളെ വീട് പണി കംപ്ലീറ്റ് നമുക്കിനി സ്റ്റോറേജ് സിസ്റ്റം കൂടെ നമുക്കൊന്നും ഉണ്ടാക്കിക്കൊള്ളാറുണ്ട്. മൊത്തം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് 3 ഫർണേഴ്സ് ഉണ്ടാക്കി. പിന്നെ ഞാൻ സാധനമൊക്കെ ഉണ്ടാക്കി ഒക്കെ ആയിട്ട് ഫർണേഴ്സ് മാറില്ലേ. അങ്ങനെ ഞാൻ 3 ഫർണേഴ്സ് ഉണ്ടാക്കി. അങ്ങനെ ഇപ്പം ഇതൊന്നും അല്ല ഇത്രയും സ്റ്റോൺ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അല്ല ഇനിയിപ്പോൾ ഫർണിച്ചൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കാം. ഈ ചെസ്റ്റിനകത്ത് വെക്കാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് റംസാൻ 3 എനിക്ക് നോമ്പുണ്ട്. ഇന്നലെയും പിടിച്ച് അതിനെതിരെ പിടിച്ച് 3 നോമ്പും പിടിച്ച് ഇപ്പോഴും നോമ്പുണ്ട്. ഇപ്പം രാവിലെ 5 മണിക്ക് റെക്കോർഡ് ചെയ്യുകയാണ്. രാവിലെ 5 മണി നോമ്പിൻ്റെ അതിനകത്ത് വെച്ചിട്ട് ഇരുന്ന് റെക്കോർഡ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്യാൻ പോവുക. സബ്സ്ക്രൈബ്. ഈ 2 പീസ് വെച്ചിട്ടുണ്ട്. കണിപ്പിൻ്റെ 61 ഉണ്ട്. അത് അങ്ങനെ എടുക്കാം. കാരണം വെച്ചാൽ ചെസ്റ്റിനകത്ത് അവളോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം ഇങ്ങനെ എന്റെ ഇല്ല മൈൻഡിങ്ങിന് പോണം അല്ലേ. ഈ സീരിയസ് ഞാൻ 10, 20, 500 ഡോറ് ആരായാലും വരും. എനിക്ക് മൈൻഡ് ചെയ്യണം. സോ ഇന്ന് ഞാൻ ഇവിടെ വരും. ഡയറക്റ്റ് ഈ ഡോറ് ഇവിടെ വന്നിരിക്കാം. എനിക്ക് ഇങ്ങനെയും പിന്നെ ഇങ്ങനെയും കേൾക്കാൻ പാടില്ല. എനിക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഹായ് എന്ന് പറയണം. ഈ ഡോർ തലേ നടക്കണം. ഇവിടെ കയറിയിട്ട് ഞാൻ മുട്ട് വഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ വന്നിട്ട് വീണ്ടും ഹായ് എന്ന് പറയണം. ഈ ഡോർ അടയ്ക്കും. പിന്നെ നമ്മൾ വീണ്ടും ഹായ് എന്ന് പറയുമ്പോൾ തുടങ്ങും. ഞാൻ വീണ്ടും അടച്ചിട്ട് വീണ്ടും ഹായ് എന്ന് പറയുമ്പോൾ തുടങ്ങും. അങ്ങനെയാണ്. മനസ്സിലായോ? ഇതിന്റെ പേരാണ് ഹായ് ഡോർ. ഇനി എനിക്ക് ഫ്യൂച്ചറിൽ ഞാൻ എയറിലേക്ക് ഒക്കെ ആകുമ്പോൾ എനിക്ക് നെയിം ടാഗ് കിട്ടുമ്പോൾ അതിന് മുന്നേ ഞാൻ എഴുതുന്നത് ഹായ് ഡോറ് എന്ന് പറഞ്ഞിട്ടാണ് കയറാം. പിന്നെ ഈ ഒരു ഭയമാണ് എന്നെ ഇത്രയും സഹായിച്ച ഭയം. ഈ ഭയം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അല്ല, ഈ ഒരു ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ പണ്ടേ ബെഡ് ബാർ കളിക്കായിരുന്നു. ഇപ്പൊ എന്റെ ആ ഒരു അക്കൗണ്ട് പോയി. അതിന് ഇപ്പം ഞാൻ ബെഡ് ബാർ കളിക്കാറില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറെ ഈ ഒരു പെൺകുട്ടി കളിക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ കളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പണ്ടത്തെ ആ അക്കൗണ്ട് പോയതിനു ശേഷം ഞാൻ പിന്നെ ഒരു ബെഡ് ബാറോ ഒരു ഫുഡ് ബാറോ കളിച്ചിട്ടില്ല. പണ്ട് എനിക്ക് ബെഡ് ബാർ കളിച്ചാൽ കുറെ എന്താ കാര്യങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും വലിയ
ഓക്കെ. സവാന 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 നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പി ഫാം ഉണ്ടാക്കാം അതുപോലെ നാർക്കുടനെ എടുത്തിട്ട്. ഓക്കെ. ഇവിടെ ഏത് അവിടെയും സവാനയാണ്. അവിടെ എന്തുവാ ഷിപ്രക്കടോ? ഇവിടെ എന്തുവാ അങ്ങോട്ടൊന്ന് കൂടുക കാര്യം. റോയിന്റെ പറഞ്ഞില്ല, റോയിന്റെ നോക്കല. യെസ്. ഞാൻ ചീറ്റ് ചെയ്തല്ല. ഇതൊരു നെതറായിട്ട് ഉണ്ടാക്കുന്ന അല്ലേ? ഉണ്ടാക്കുന്ന തോന്നില്ല. ഇത് നെതറായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റോണില്ലേ? ഫ്യൂച്ചറിൽ ടൈം പിക്കാക്സ് ആണെന്ന് കൊണ്ട് ഇവിടെ ഒരു ചെറിയ ഇരിപ്പുണ്ട്. ഫയർ ചാർജ് ആഹാ ലെഗിൻസ് ഞാൻ സ്വർണ്ണ ഫാൻ today's video is കഴിക്കണോണം ഇപ്പം ചോദിച്ചോ അത് രണ്ടായി വെച്ച് കിട്ടും. എന്തുവാ താറുടെ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നുമുണ്ട്. ഗ്രൈൻഡിങ് ഒക്കെ നമുക്ക് പിന്നെയാണ് ചെയ്യാം. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ഈ അയൺ എന്ന് പറയുന്നത്. ഞാൻ ഏർലി ഗെയിമൊക്കെ ആയി കഴിഞ്ഞ് കുറച്ച് ഫിറ്റൊക്കെ ആയത്. ഞാൻ നെതറായിട്ട് ആവുന്ന വെയിറ്റ് ചെയ്തില്ല, കുറച്ച് ഫിറ്റായ. ഞാനത് അത്യാവശ്യം ഡയമണ്ട് ആർമി ട്രെയിനിങ് ഹാളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിനടുത്ത നമുക്ക് വില്ലേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കുറെ ഒരു അയൺ ഫാം ഉണ്ടാകും. ഹായ് ഹായ് നേരെ ഞാൻ ഉറങ്ങാൻ പോവാം. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയി എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടി വെക്കട്ടെ. ഈ ഒരു ബക്കറ്റൊക്കെ എടുത്ത് പെട്ടി വെക്കട്ടെ. ഞാൻ എന്തായാലും ചാവുമെന്ന് ഉറപ്പല്ലേ. കൂടി പിക്കാക്സ് എടുത്താൽ വെക്കട്ടെ. അല്ല ഞാൻ ഫുൾ പവറാണ്. നമുക്ക് പോയി മൈൻഡ് ചെയ്യണ്ടേ. യെസ്, എനിക്ക് ഇവിടെ ബേസിക് ടൂൾസ് വരെ ഉണ്ടാക്കില്ല. അതിന് ഞാൻ വീട് പണി തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും തന്നെ കണ്ട് നിങ്ങളാണെങ്കിൽ ഇവിടെ കണ്ടല്ലോ, നിങ്ങൾ ഈ ചെസ്റ്റ് കണ്ടല്ലോ. ഇത്രയും ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവച്ചാ, കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത്. ഇന്ന് ഞാൻ വിരാമം എൻ്റെ ഈ ഗൂഡ് പിക്കാക്സ് കൊണ്ട് ഞാൻ മൈനിങ്ങിന് പോകുന്നു. ഞാൻ ഇതുകൊണ്ട് മൈൻഡ് ചെയ്യും, അല്ല ഇതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യും. കുറെ കോളെ സാക്ഷ്യം ചെയ്യും. കോളൊക്കെ നമുക്ക് സാധാ നോക്കാം, കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് ടിപ്പുണ്ട് ചെയ്തിരിക്കുന്നത്. കോള് ഒന്ന് സാധാ മൈൻഡ് ചെയ്താൽ ഒറ്റ ഒരെണ്ണം കിട്ടി. ഈ ഫോർച്യൂൺ കൊണ്ട് മൈൻഡ് ചെയ്താൽ 2 കിട്ടി. പക്ഷേ ഫോർച്യൂൺ നമ്മുടെ ഗോൾഡ് പിക്കാക്സ് ആണിത്, പെട്ടെന്ന് പൊട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. സോ ഞാൻ അയണൊക്കെ വരുവാണെങ്കിൽ മാത്രം ഈ ഒരു ഫോർച്യൂൺ ചെയ്യാം, അല്ലാത്ത പക്ഷം സാധാ. അങ്ങോട്ട് കുറെ കാണണേ. ഗോൾഡ് പിക്കേഴ്സ് കൊണ്ടായും പൊട്ടത്തിലായിരുന്നു എപ്പോഴും മനസ്സിലാവുന്നേ. വെറുതെ അയൻ പോയി. ഇതൊരു പൊട്ടനാണ്. അയ്യോ, ഗോൾഡ് പിക്കാക്സ് കൊണ്ട് അയൺ പൊട്ടിച്ച അയൺ നമ്മൾ കൈ വരത്തില്ല. സ്റ്റോൺ തന്നെ വേണം. സ്റ്റോണാണ് പിന്നെ കേട്ട് നല്ല സാധനം.
വെച്ചിരിക്കുന്നത്? കോളിനെ മൈൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ടെക്സ്ചർ പാക്ക് ഉണ്ടോ പഴയ അയൺ ആണ് ലഭിക്കുന്നത്. ഞാൻ അതിനും മൈൻഡ് ചെയ്തിട്ടില്ല, അല്ലാതെ 3 കിട്ടിയായിരുന്നു. അത് ഞാൻ ഭൂഗോളത്തിന് തല്ലി കൊന്നപ്പോ പിക്കാൻസ് ഉണ്ടാക്കാനുള്ള അയനായി. അത്രേ ഉള്ളൂ. എഫിഷ്യൻസി 3 ഇല്ലേ? അപ്പൊ ഇന്ന് തന്നെ നമുക്ക് നെതറിലും പോവാം. അത്രയ്ക്ക് വലിയ ഗ്രൈൻഡ് പണിയൊന്നും ചെയ്യാനായിട്ടില്ലെങ്കിൽ അപ്പം വലിയ മൂടില്ല. പിന്നെ ഒറ്റ വീട് 13 സ്വാഹ. യൂസ്ഫുൾ ആണ്, ബട്ട് ഏറ്റവും എനിക്ക് ഷീൽഡ് ഉണ്ടാക്കിയപ്പോഴായി നന്ന്. താഴോട്ട് ചാടിയൊന്നും പറ്റില്ലല്ലോ. ഓ ഡീപ് സ്ലെറ്റ് താഴോട്ട്. മതിയോ? വന്നാ മതി. ഒരു നിർബന്ധവും എനിക്കില്ല. ഇതോടെ what I can do now. 13 അയൺ പോവോ? ഞാൻ വീട്ടിലെത്തി. നീ പോടാ. നോക്കിക്കോടാ, നിനക്ക് കിട്ടി ഞാൻ ഫോൺ തരൂടാ ഒരിക്കൽ. ഞാൻ വീട്ടിലെത്തിയില്ല. അമ്മേ, ഒരു ഹാർട്ട് കൊണ്ടും ഞാനും ഉണ്ട്. അൺപ്രഡിക്റ്റബിൾ. ഹായ്, നീയാണ് രക്ഷിച്ച. പിന്നെ അവിടെ ടൈം സത്യം. പിന്നെ വീട്ടിൽ പോ. 25 അയണുണ്ട്. ഇതുകൊണ്ട് ഞാൻ സ്മെൽറ്റ് ചെയ്ത് ഇതാക്കാം. അതാണ് നമ്മുടെ ഡോറ്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2. നമുക്ക് ഈ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.